കേസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഇതാ നമ്മുടെ വയലിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് കഞ്ഞണികളുണ്ടായിരുന്നു, പക്ഷെ ഒരു സ്ഥലത്തും ഇന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കണ്ടു. ഈ വെള്ള പൂക്കളുള്ളതാണ് നമ്മുടെ കഞ്ഞണി. ഇതാ നമ്മൾ കഞ്ഞണി എടുത്ത് ഇനി വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തിയിട്ട് നമുക്കത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ കഞ്ഞണിയും തുളസി ഇലയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കുരുമുളകിൻ്റെ ഇല ചെറിയ രീതിയിലൊന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുളസി ഇലയും ഒന്ന് നുറുക്കിയെടുക്കണം. പിന്നെ നമ്മൾ കഞ്ഞണീൻ്റെ ഇല നമ്മൾ നുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ചെറിയ ഇലയാണ്. പിന്നെ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്ക് ചീനച്ചട്ടിയായിരുന്നു വേണ്ടത്. ഞാൻ എടുത്തത് ഇവിടെ പാനാണ്. പാൻ എടുത്തിട്ട് അതിൽ നമുക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് എണ്ണ എടുക്കാം. പിന്നെ എനിക്കിപ്പോൾ കുറച്ചേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിതാ നമ്മുടെ പാനിലെ എണ്ണ ഇങ്ങനെ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. നമ്മളാകെ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് വീട്ടിൻ്റെ അടുത്ത് നിന്നും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പാനിലെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുരുമുളകിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇലകളൊക്കെ ഇടാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഓരോന്ന് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇലകളും തുളസി ഇലയും അതുപോലെ തന്നെ കഞ്ഞണ്ണീൻ്റെ ഇലയും എല്ലാം നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇല നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ നല്ല ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമ്മൾ ഒരു 2 ആഴ്ചയോളം നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. നമ്മൾ ഒരു കുപ്പി എടുത്തിട്ട് അടുപ്പുള്ള കുപ്പി എടുത്തിട്ട് അതിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്നതിലേക്കാളും നല്ലത് നമുക്കൊരു അടപ്പുള്ള ഒരു കുപ്പിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും. ഇത് നമുക്ക് അധിക ദിവസം ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല. നമ്മളൊരു കുപ്പിയോ അങ്ങനെ എടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ ഞാനിത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ അതിലേക്ക് ഇടണം. നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലകളൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മുടിക്ക് നല്ലതായിരിക്കും. മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഞാനിതാ അതിൻ്റെ ഇലകളൊക്കെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇലകൾ ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഹെയർ പാക്ക് 2-3 ദിവസം കഴിയുമ്പോഴേക്ക് പോയി പോകുമൊന്നുമില്ല. 2 ആഴ്ചയോളം നമുക്ക് ഇത് നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്കാണ്. എനിക്കപ്പം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല അടപ്പുള്ള ഒരു കുപ്പിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതിലൊന്നും നമ്മളങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല. കാരണം 2-3 ദിവസം കഴിയുമ്പോഴേക്ക് അത് പോയി പോകും. കുപ്പിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.